بسم الله الرحمن الرحيم حبيبنا حبيبنا ألف صلى الله على قمر الكمال. حبيبنا من سكن طيبا سكن طيبا من سكن طيبا ونال نور المعالي. ألف صلى باعث الآمال في ليل الحيارى. حبيبنا نوره جل نوره جل نوره جل رهيبات الليالي. ألف صلى الله على قمر الكمال. حبيبنا من سكن طيبا سكن طيبا من سكن طيبا ونال نور المعالي والمعالي. سيدي ما كان ينطق عن هواه. حبيبنا قوله أوحى به رب الجلال. ألف صلى الله على قمر الكمال. حبيبنا من سكن طيبا سكن طيبا من سكن طيبا ونال نور المعالي. ألف صلى السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعم. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. ബഹുമാനമുള്ള പണ്ഡിതന്മാർ,
രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിന്റെ പവിത്രമായ ഈ രാത്രിയിൽ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ് നമ്മളെല്ലാവരും. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീനെന്ന് ആദ്യമായി ദുആ ചെയ്യുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധികളും വിലക്കുകളും അനുസരിച്ച് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന അവന്റെ സജ്ജനങ്ങളിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകിച്ചും ദുആ ചെയ്തുകൊണ്ട് വളരെ സുപ്രധാനങ്ങളായ ചില കാര്യങ്ങൾ സഹൃദയരുടെ ശ്രദ്ധയിലേക്ക് എടുത്തു വെക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതിൽ ബോധവും ജ്ഞാനവും ഉണ്ടായിരിക്കൽ നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും പ്രതീക്ഷയും സുഭദ്രതയ്ക്ക് വേണ്ടി നാളെയിൽ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളും യുവജനങ്ങളും അവരുടെ ജീവിതവും അവരുടെ ഭാവിയും നശിപ്പിക്കുന്ന തരത്തിൽ വിനാശകരമായ പ്രവണതകളിലേക്കും അധാർമിക പ്രവർത്തനങ്ങളിലേക്കും ഓരോ സമയവും പിന്നിടുന്നതിനനുസരിച്ച് അതിന്റെ ആഴികളിലേക്ക് എടുത്തു ചാടിക്കൊണ്ടിരിക്കുന്ന വളരെ ഖേദകരമായ ദുഃഖകരമായ ഒരു കാഴ്ച ഇന്ന് നാം വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രദമായ സമയം ഏത് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം. അവന്റെ ശരീരത്തിൽ ആരോഗ്യം നിലനിൽക്കുന്ന സമയമാണ്, യുവത്വം നിലനിൽക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിന്റെ സുവർണാവസരം കൂടിയാണ്. ആ സുവർണാവസരത്തെ നശിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്ന് വ്യാപകമായി നമ്മുടെ നാടുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു, പെരുകിക്കൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം നാം ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രതിവിധികളും ആ വിഷയത്തിലുള്ള ബോധവൽക്കരണങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും അത് അവസാനിപ്പിക്കാനും നിർത്താനുമായിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് യുവസമൂഹത്തിന്റെ മുന്നോട്ടുള്ള ഗമനം എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കുകയാണ്. ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തിയെ സമൂഹത്തിന്, പ്രസ്ഥാനങ്ങൾക്ക്, നാടിന് പലപ്പോഴും ആവശ്യമുണ്ടാവുകയില്ല. ഏത് പ്രസ്ഥാനമാണെങ്കിലും അത് ആവശ്യപ്പെടുകയും കാക്ഷിക്കുകയും ചെയ്യുന്നത് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെയാണ്.
ആരോഗ്യമില്ലാത്ത ഒരു സമൂഹത്തെ അല്ല പ്രസ്ഥാനങ്ങളാണെങ്കിലും സമൂഹങ്ങളാണെങ്കിലും ആര് തന്നെയാണെങ്കിലും അത് കൊതിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അതിന്റെ കാരണം നമുക്ക് ഒരു വിഷയം പ്രവർത്തിച്ചു തീർക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യമുണ്ടാകണം എന്ന് തന്നെയാണല്ലോ. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് പ്രാവർത്തികമാക്കണമെങ്കിൽ അനിവാര്യമായ ഒന്നാണ് നമ്മുടെ ആരോഗ്യം. ഒരാൾ ഒരു വലിയ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് നിങ്ങൾ കരുതുക. ഒരു വലിയ നന്മ ചെയ്തു തീർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി, പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആരോഗ്യമില്ല. അനാരോഗ്യം കൊണ്ട് പ്രതിസന്ധിപ്പെടുന്ന ഒരു സമയത്താണ് ഒരാൾ ആലോചിക്കുന്നത്, ഞാനൊരു രാത്രിയിൽ 1000 റക്അത്ത് ഇന്ന് നിസ്കരിക്കട്ടെ എന്ന്. ആ ആഗ്രഹം അയാൾക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്. അതിന് പ്രതിബന്ധമായി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ അനാരോഗ്യമാണ്. ശയ്യാവലംബിയായ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് നന്മയായ ആ വിഷയം ചെയ്തു തീർക്കാൻ സാധ്യമല്ല. വേറൊരു ഭാഗത്ത് രോഗിയായി കിടക്കുന്ന ഒരാൾ ആലോചിക്കുന്നു, ഞാനൊരു അധർമ്മം പ്രവർത്തിക്കട്ടെ, ഒരു തിന്മ ചെയ്യട്ടെ എന്ന് അയാൾ തീരുമാനിക്കുകയാണ്. ആ തിന്മ പ്രവർത്തിക്കണമെങ്കിൽ അതിനും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം എന്നത് ആവശ്യമാണ്. ഒരാൾ കഠാരയെടുത്ത് മറ്റൊരാളെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വിറക്കുന്ന കൈകളെ കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയാതെ രോഗത്തിൽ കടന്നുപോയ ഒരു മനുഷ്യന് അത് നടപ്പിലാക്കാൻ, ആ തീരുമാനം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. ഇങ്ങനെ നന്മയും തിന്മയുമായ ഏത് വിഷയവും ലോകത്ത് നടപ്പിലാക്കണമെങ്കിൽ ആരോഗ്യം എന്നത് അനിവാര്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് യുവസമൂഹത്തിന് ഇത്രയേറെ വിലയും മഹത്വവും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തെ വളരെയധികം ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അസ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ് രണ്ട് മഹത്തായ അനുഗ്രഹങ്ങൾ, നിഅമത്താനി, രണ്ട് മഹത്തായ അനുഗ്രഹങ്ങൾ. മഖ്ബൂലൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ അധിക പേരും വഞ്ചിക്കപ്പെടുന്ന രണ്ട് മഹത്തായ അനുഗ്രഹങ്ങൾ, ചതിയിൽ പെട്ടുപോകുന്ന രണ്ട് മഹത്തായ അനുഗ്രഹങ്ങൾ. ആ രണ്ട് അനുഗ്രഹങ്ങൾ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അസ്ഹത്തു വൽ ഫറാഹ്. ഒന്ന് അവന്റെ ആരോഗ്യാവസ്ഥയാണ്, വേറെയൊന്ന് അവന്റെ ഒഴിവ് സമയങ്ങളാണ്, വിശ്രമവേളകളാണ്. മനുഷ്യനെ പലപ്പോഴും ചതിക്കുകയും ചതിയിൽപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം ആ രണ്ടു നേരത്തും മനുഷ്യൻ അവൻ മുന്നോട്ട് നീങ്ങാൻ, പ്രവർത്തിക്കാൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉത്ബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ നാം വിശകലന വിധേയമാക്കിയാൽ വളരെ വലിയൊരു യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ജീവിതത്തിലെ സുവർണ കാലഘട്ടമായ യുവത്വകാലം, ആ യുവത്വകാലം ശരീരത്തിൽ ആരോഗ്യം നിലനിൽക്കുന്ന ആ സമയത്ത് ഒരു വലിയ വിഭാഗം ആളുകൾ അവരുടെ ആരോഗ്യാവസ്ഥയിൽ തിന്മയിലേക്ക് എടുത്തു ചാടുകയും അനീതികൾ പ്രവർത്തിക്കുകയും അധർമ്മങ്ങളിൽ ആപതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ വലിയ ഒരു യാഥാർത്ഥ്യമല്ലേ? എന്താണ് അതിന്റെ കാരണം? അവരാലോചിക്കുന്നത് എന്റെ ശരീരത്തിൽ ആരോഗ്യമുണ്ടല്ലോ എന്നാണ്. എനിക്ക് എന്തിനും കഴിയുന്ന ഒരു സമയമാണല്ലോ ഈ സമയം, ഞാൻ ആരെ ഭയക്കണം, ആരെ പേടിക്കണം, ആരാണ് എന്നെ ചോദ്യം ചെയ്യാനുള്ളത്?
എന്ന് ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ മനുഷ്യൻ പലപ്പോഴും ചതിയിൽപ്പെട്ടു പോവുകയാണ്, അപകടത്തിൽ ചെന്ന് ചാടുകയാണ്. അതാണ് നാം മുൻകൂട്ടി മനസ്സിലാക്കി ഈ അപകടക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തെരഞ്ഞെടുക്കുകയും അപകടങ്ങളിൽ ചെന്നു ചാടാതെ രക്ഷപ്പെടുകയും ചെയ്യാൻ നല്ല ഒരു ബോധവൽക്കരണം നമ്മുടെ നാടുകളിൽ ഇന്ന് അനിവാര്യമാണ്. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ്. പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗം ആളുകൾ, 7 വിഭാഗം ആളുകൾ. ആ 7 വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അള്ളാഹുവിന്റെ ഇബാദത്തിൽ, അവന്റെ ആരാധനയിൽ ജീവിച്ചു വന്ന ഒരു മനുഷ്യൻ, ഒരു യുവാവ്, ആ യുവാവ് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ അവന് ലഭിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞത് കണ്ടോ, ഷാബുൻ, യുവാവ്. എന്താണ് അത് എടുത്തു പറയാനുണ്ടായ കാരണം? ആ കാലഘട്ടം അത്രയേറെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ ഇബാദത്തിലായ ഒരു മനുഷ്യന് ജീവിക്കാനും അവന് വളർന്നു വലുതാകാനും സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ്. ഈ ഒരു ഘട്ടത്തിന്റെ പവിത്രതയും അതിന്റെ മഹത്വവും അത് നാം ശ്രദ്ധിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. പാരത്രിക ലോകത്ത് ലാ തസൂലു ഖദമ ഇബ്നി ആദം യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ മനുഷ്യരുടെ പാദങ്ങൾ മാറ്റിവെക്കാൻ, വെച്ചയിടത്ത് നിന്ന് മാറ്റിവെക്കാൻ അവന് സാധിക്കുകയില്ല. ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ സംബന്ധിച്ച് അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ. അതിനു മുന്നെയായി അവന്റെ പാദങ്ങൾ മാറ്റിവെക്കാൻ പോലും കഴിയുകയില്ല. ആ 5 കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു, അൻ ഉമരിഹി ഫീമാ അഫ്ലാഹ്, അൻ ഉമരിഹി ഫീമാ അഫ്ലാഹ്. അവന്റെ ആയുസ് കാലം എവിടെ, എന്തിനാണ് വിനിയോഗിച്ചത്, ചെലവഴിച്ചത് എന്ന് അവനോട് ചോദിക്കപ്പെടും. ആയുസ് കാലം എന്തിൽ വിനിയോഗിച്ചു എന്ന് ചോദിക്കപ്പെടും. കുട്ടിക്കാലം, കൗമാരകാലം, യുവത്വകാലം, വാർദ്ധക്യ സമയം എല്ലാം ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുകയാണ്, വഅൻ ശബാബിഹി ഫീമ അബ്ലാഹ്. അവന്റെ യുവത്വകാലം അവൻ എന്തിനാണ് വിനിയോഗിച്ചത്, ഏത് വിഷയത്തിലാണ് അവൻ അത് തീർത്ത് കളഞ്ഞത് എന്ന് പ്രത്യേകമായി ചോദ്യം ചെയ്യപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണിത് പ്രത്യേകം എടുത്തു പറഞ്ഞത്? അതിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയാണ്, ആ കാലഘട്ടത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. യുവത്വകാലം അത് കുട്ടിക്കാലം പോലെയല്ല, വാർദ്ധക്യ സമയം പോലെയല്ല. അവന്റെ ജീവിതത്തിൽ എന്തിലേക്കും ഏതിലേക്കും ഇറങ്ങാനും എടുത്തു ചാടാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ്, ഒരു സമയപരിധിയാണ്. ആ സമയപരിധി അവൻ കൺട്രോൾ ചെയ്ത്, നിയന്ത്രിച്ച്, ശ്രദ്ധയോടെ അല്ലാഹു അവൻ നിർണയിച്ചു തന്ന വഴിയിലൂടെ, മാർഗത്തിലൂടെ വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന് പ്രത്യേകം അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉണർത്തുന്നു, ബോധ്യപ്പെടുത്തുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. പക്ഷേ ആ ശ്രദ്ധിക്കേണ്ടുന്ന സമയത്ത് വിവിധ കാരണങ്ങളാൽ നമ്മുടെ യുവസമൂഹം വഴിതെറ്റിപ്പോകാറുണ്ട്. വിവിധ കാരണങ്ങളാൽ വഴിതെറ്റിപ്പോകാറുണ്ട്, തിന്മകളിലേക്ക് അവരെത്തിപ്പെടാറുണ്ട്. ആ വിവിധ കാരണങ്ങളിൽ ലോകത്ത് മുഴുക്കയും അംഗീകരിക്കപ്പെടുന്ന ഒരു കാരണം എന്താണ്? ഒരു കാരണം എന്താണ്? സഹോദരന്മാരെ, സഹോദരിമാരെ,
ആ കാരണം വേറെയൊന്നുമല്ല, യുവത്വകാലത്ത് കൗമാര പ്രായങ്ങളിൽ അവർക്ക് ലഭിക്കുന്ന ബന്ധങ്ങളാണ് കൂട്ടുബന്ധങ്ങളാണ്. ഇത് എല്ലാവരും അംഗീകരിക്കും. എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. ആർക്കും അതിൽ എതിരഭിപ്രായമൊന്നുമില്ല. നമ്മുടെ യുവാക്കൾ അവർ നശിച്ചു പോകാനും അവർ തിന്മയിലെത്തിപ്പെടാനുമുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ബന്ധങ്ങളാണ്, കൂട്ടുകെട്ടുകളാണ്. ആ ബന്ധങ്ങൾ അവരെ നശിപ്പിക്കുന്നു. ഒരു ഭാഗത്ത് അവരെ നന്മയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. രണ്ടും അതിൽ നടക്കുന്നുണ്ട്. നല്ല ബന്ധങ്ങളാണ് അവർ തെരഞ്ഞെടുത്തത് എങ്കിൽ ആ ബന്ധം അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നന്മയിലാണ്. എന്നാൽ ആ നല്ല ബന്ധങ്ങൾ തെരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ തിന്മയിൽ അധിഷ്ഠിതമായ ബന്ധങ്ങളിലേക്ക് നമ്മുടെ യുവസമൂഹത്തെ പ്രേരിപ്പിക്കപ്പെടുന്ന തരത്തിൽ ലോകത്തെ സംവിധാനങ്ങൾ പെരുകി വന്നിരിക്കുന്ന കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ നമ്മെ നന്നാക്കുന്നതിനേക്കാൾ ഉപരിയായി ദുഷിപ്പിക്കുന്ന സാഹചര്യം പെരുകി വന്നിരിക്കുന്നു. എവിടെ വെച്ച് ലഭിച്ച ബന്ധങ്ങൾ? ഒരുപക്ഷെ ആ ബന്ധം അവർക്ക് ലഭിച്ചത് നാട്ടിൽ വെച്ചാകാം, അല്ലെങ്കിൽ അവരുടെ ക്യാമ്പസുകളിൽ വെച്ചാകാം, അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്ത് വെച്ച് ലഭിച്ച ബന്ധങ്ങളാകാം. ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരു തരത്തിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ഇത്തരം ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ അവരുടെ ജീവിതത്തെ അടിമുടി മാറ്റി മറിച്ച് നല്ല കുടുംബങ്ങളിൽ പിറന്നു വീണ് വലുതായി വന്ന ആളുകളെ പരിപൂർണമായും മാറ്റിമറിക്കുന്നത് നമ്മൾ ഇന്നൊരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. പിറന്നത് നല്ല കുടുംബത്തിലാണ്, പിതാവും മാതാവും ശുദ്ധഗതിയിൽ ജീവിച്ചു വന്നവരാണ്, അവര് സമൂഹത്തിൽ മാന്യന്മാരായ ആളുകളാണ്, കുടുംബം നല്ല സൽപ്പേരുള്ളവരാണ്. അങ്ങനെയൊക്കെ ആയിട്ടും ആ അനുകൂല ഘടകങ്ങളും സാഹചര്യങ്ങളെയും മുഴുവൻ ഈ വ്യക്തിയെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഇന്നിതാ തിന്മയിൽ എത്തിച്ചിരിക്കുന്നു. അതിന്റെ കാരണമായി ഭവിച്ചത് അവന്റെ ബന്ധമാണ്. ക്യാമ്പസിൽ വെച്ച് അവന് ലഭിച്ച ബന്ധമാണ്, അതുപോലെ നാട്ടിൽ വെച്ച് അവന് ലഭിച്ച ബന്ധമാണ്, ജോലി സ്ഥലത്ത് വെച്ച് ലഭിച്ച ബന്ധമാണ്, അങ്ങാടികളിൽ വെച്ച് ലഭിച്ച ബന്ധമാണ്. അതുകൊണ്ടല്ലേ ലോകത്തെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ കൂടിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ, ഏത് വ്യക്തിയും അവന്റെ കൂട്ടുകാരന്റെ ആശയത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, അവന്റെ കൂട്ടുകാരന്റെ ആശയത്തിലായിരിക്കും. അവന്റെ കൂട്ടുകാരൻ ആരാണ്? ആ കൂട്ടുകാരന്റെ സ്വഭാവം എന്താണ്? അവന്റെ നടപ്പ് എന്താണ്? അവന്റെ ഇരിപ്പ് എന്താണ്? അവന്റെ ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകൾ ഏതു പ്രകാരമാണ്? അത് അനുകരിക്കാനും പിന്തുടരാനും വെമ്പൽ കൊണ്ട് തിന്മയിലേക്ക് എത്താൻ വളരെയേറെ സാധ്യതയുള്ളത് കൊണ്ട് നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരോടാണ് ചങ്ങാത്തം പുലർത്തുന്നത് എന്ന്. ആ ചങ്ങാത്തത്തിന് ഒരുങ്ങുന്ന ഒരു മനുഷ്യൻ, വ്യക്തി ശ്രദ്ധിച്ചു കൊള്ളട്ടെ, ചിന്തിച്ചു കൊള്ളട്ടെ. എന്നിട്ട് വേണം അവനൊരു ബന്ധത്തെ തെരഞ്ഞെടുക്കാൻ, അവനൊരു കൂട്ടുകാരനെ കണ്ടെത്താൻ. അതവനെ നശിപ്പിക്കുന്നതാണോ, ദുഷിപ്പിക്കുന്നതാണോ, തിന്മയിൽ കൊണ്ടുപോകുന്നതാണോ, ധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അധർമ്മത്തിന്റെ കുഴികളിൽ അവനെ എത്തിക്കുന്നതാണോ? ഇത് പരിശോധിക്കണമെന്ന് പഠിപ്പിക്കുന്ന നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മുടെ യുവസമൂഹം അത് ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ക്യാമ്പസുകളിൽ അവരുടെ ജോലി സ്ഥലങ്ങളിൽ ലഭിക്കുന്ന നല്ലവരായ കൂട്ടുകാരെയും നല്ലവരായ വ്യക്തികളെയും മാറ്റിവെച്ച് അവഗണിച്ച് അതിൽ ഏറ്റവും മോശമായി ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തോടൊപ്പം ചേരാനാണ് ഒരു ഭാഗത്ത് നമ്മുടെ യുവസമൂഹം പലപ്പോഴും ശ്രമിക്കാറുള്ളത്. ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇപ്പുറത്ത് നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ ആ ക്യാമ്പസിൽ എത്രയോ ആളുകൾ ഉണ്ടാകാം, അവന്റെ ജോലി സ്ഥലത്തും ഉണ്ടാകാം, നാട്ടിലുണ്ടാകാം, സംഘടനകളുണ്ടാകാം, പ്രസ്ഥാനങ്ങളുണ്ടാകാം. അത്തരം ആളുകളുമായോ പ്രസ്ഥാനങ്ങളുമായോ ബന്ധങ്ങളുമായോ
അവന്റെ ജീവിതത്തെ കോർത്തിണക്കാൻ അവൻ ശ്രമിക്കുന്നതിന് പകരം പലപ്പോഴും അവൻ ശ്രമിക്കാറുള്ളത് നാട്ടിൽ ഏറ്റവും മോശപ്പെട്ട ജീവിതം നയിക്കുന്നവരാരാണ്, അങ്ങാടിയിൽ ഏറ്റവും ദുഷ്പേരുള്ള ആളുകൾ ആരാണ്, നാട്ടിൽ ഏറ്റവും അധികം തിന്മകൾ ചെയ്യുന്നവർ ആരാണ്, ആ ആളുകളോടൊപ്പം അവരുടെ ജീവിതത്തെ ബന്ധിപ്പിച്ചിടാൻ, അതിന്റെ മായാവലയത്തിൽ പെട്ടുപോകാൻ പലപ്പോഴും നമ്മുടെ യുവാക്കൾ ഇത്തരം ഒരു ചതിക്കുഴി തെരഞ്ഞെടുക്കാറുണ്ട്. അത് ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ ഭാവിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഭാവിയെ സംബന്ധിച്ചുള്ള ബോധം നമ്മുടെ യുവസമൂഹത്തിൽ കുറഞ്ഞു വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തെ പരിപൂർണമായും അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന ഒരു ചിന്താഗതി, ഇപ്പോൾ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ആസ്വാദ്യകരമായ ഒരു ലോകത്തെ പരിപൂർണമായും വാരിപ്പുണരണമെന്ന ചിന്താഗതി, ആ ചിന്താഗതിയിലാണ് ഇന്ന് ഒരു ഭാഗത്ത് നമ്മുടെ യുവസമൂഹം കിടക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അതുകൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളും ജീവിതത്തിൽ നാം നശിപ്പിച്ചു കളയുന്ന അർത്ഥങ്ങളും യാഥാർത്ഥ്യങ്ങളും എത്രയാണ്. ജീവിതത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നരകയാതനകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്നതിന് ഈ ബന്ധങ്ങൾ തെരഞ്ഞെടുക്കുന്നത് കാരണമാകാറില്ലേ? വളരെ വൈകിയാണ് അത്തരം ആളുകളൊക്കെ തിരിച്ചറിയാറുള്ളത്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ബന്ധത്തിന്റെ ദൂഷ്യതയും അത് എന്നെ നശിപ്പിച്ചതും അവന് ബോധം തെളിയുന്നതും തിരിച്ചറിയുന്നതും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴേക്കും അവന്റെ ജീവിതം അവിടെ അവസാനിക്കാറായിട്ടുണ്ടാകും. ഈ ബന്ധങ്ങൾ നമ്മൾ എവിടെയാണ് കൊണ്ടുപോകാറുള്ളത്? പഠനരംഗത്ത് താല്പര്യം അവനെ ഇല്ലാതെയാവുകയാണ്. ഏത് ബന്ധത്തിന്റെ പേരിൽ അവന്റെ ക്യാമ്പസിൽ വെച്ച് ലഭിച്ച ബന്ധം, ആ ബന്ധം ഒരു ഭാഗത്ത് അവനെ പഠനത്തിൽ ഉയർത്തുകയും വളർത്തുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കാരണം അവൻ വിദ്യാലയത്തിലാണ്, അവൻ ക്യാമ്പസിലാണ്, അവന്റെ പഠന കേന്ദ്രത്തിലാണ്. പക്ഷേ ആ പഠന കേന്ദ്രത്തിൽ നിന്ന് അവന് പഠിക്കാനുള്ള പ്രചോദനമല്ല അവന്റെ സഹപാഠികളിൽ നിന്ന്, ക്ലാസ്മേറ്റുകളിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് മാത്രമല്ല, ലോകത്തെ ഏത് നെറികേടിലേക്കും എടുത്തു ചാടാനുള്ള പ്രചോദനവും പ്രോത്സാഹനവും ഒരു ഭാഗത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് യുവസമൂഹം വളരെ ശ്രദ്ധിക്കേണ്ടത്. ക്യാമ്പസുകളിൽ അവരെ വലവീശി പിടിച്ചു കൊണ്ടുപോകാൻ അവരുടെ കൂടെ തന്നെ ഇടവും വലവും ഇരിക്കുന്ന ആളുകളെ തിരിച്ചറിയുകയും അവരോട് പെരുമാറേണ്ടുന്ന വിധത്തിൽ പെരുമാറി അകറ്റി നിർത്താനും ശ്രമിക്കുന്നില്ലെങ്കിൽ തീർച്ച നമ്മുടെ ഭാവി അപകടത്തിലാണ്. ഭാവി അപകടത്തിൽ പെടുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബന്ധം തെരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പ്രത്യേകമായി നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനെ ദുഷിപ്പിക്കുന്നതിൽ സാഹചര്യത്തിനാണല്ലോ ഏറ്റവും വലിയ പങ്കുള്ളത്. സാഹചര്യമാണ് ഒരു മനുഷ്യനെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും. ആ സാഹചര്യത്തിൽ കൂട്ടുബന്ധം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നതോടൊപ്പം പറയട്ടെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും മുതിർന്നവരോടും ജ്യേഷ്ഠന്മാരോടും പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അതേ രൂപത്തിൽ മനുഷ്യനെ ദുഷിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ ഒന്നാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാമ്പത്തികമായി അവർക്ക് ലഭിക്കുന്ന അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം സാമ്പത്തിക രംഗത്ത് അവർക്ക് ലഭിക്കുകയാണ്. എന്റെ മകൻ അവൻ ക്യാമ്പസിലേക്ക് പോകുന്നു, അവൻ SSLC കഴിഞ്ഞിപ്പോൾ +1 അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഈ വർഷം അവൻ SSLC പരീക്ഷ എഴുതാൻ പോവുകയാണ്. അങ്ങനെ തുടങ്ങി സ്വന്തം മകനിൽ വെച്ചു പുലർത്തുന്ന വലിയ മോഹങ്ങളുടെയും വലിയ ചിന്തകളുടെയും പേരിൽ താലോലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന തന്റെ മകനെ ഏതു നിലക്കും സഹായിക്കണം, സഹകരിക്കണമെന്ന നല്ല ചിന്തയോടെ ഒരു പിതാവ് കൈയഴിഞ്ഞ് സഹായിക്കുന്നു. അവന്റെ ആവശ്യങ്ങൾ മുഴുവനും പരിഹരിച്ചു കൊടുക്കാൻ അദ്ദേഹം രംഗത്ത് വരുന്നു. എന്നിട്ടോ രാവിലെ സ്കൂളിൽ പോകുന്ന തന്റെ മകനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ അവന് ഫീസ് കൊടുക്കേണ്ടതില്ല, മറ്റേ ആവശ്യങ്ങളില്ല. ഏറി വന്നാൽ ഒരു 10 രൂപയുടെ ആവശ്യമുള്ളയിടത്ത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് നൽകുന്നത് 50 രൂപയോ 100 രൂപയോ ആണ്. ദൈനംദിനം ഇത് അവന് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പണം എവിടെ ചെലവഴിക്കണം എന്നതിനെ സംബന്ധിച്ച്
ആദ്യമൊന്നും കൃത്യമായ ഒരു ധാരണ അവനുണ്ടായിട്ടില്ലെങ്കിൽ വളരെ വൈകാതെ തന്നെ അത് എവിടെ എന്തിന് വിനിയോഗിക്കണം എന്നതിനെ പറ്റിയുള്ള ചിന്തകൾ അവനിൽ കൃത്യമായി രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് സമ്പത്ത് കൊടുക്കുന്നിടത്ത്, അത് കൈകാര്യം ചെയ്യുന്നിടത്ത് നാം പാലിക്കേണ്ടുന്ന മര്യാദകൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനസ് ശയാത്തീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ദുർവ്യയക്കാരനായി ദൂർത്തുകാരനായി അവൻ മാറുകയാണ്. വലാ തുബദ്ദിർ തബ്ദീറാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നീ ദൂർത്തടിക്കാൻ പാടില്ല. പക്ഷേ ഇവനെ ദൂർത്തുകാരനാക്കിയത് ആരാണ്? അവന്റെ പിതാവാണ്, അവന്റെ ജ്യേഷ്ഠനാണ്, അവന്റെ മാതാവാണ്, അവന്റെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളാണ്. കാരണം അവന്റെ ആവശ്യം എത്രയെന്ന് പരിഗണിച്ചിട്ടില്ല, അവന് ആവശ്യമുള്ള തുക എത്രയാണെന്ന് അന്വേഷിച്ചതുമില്ല. രാവിലെ സ്കൂളിലേക്ക് പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ ബാപ്പയോട് കുട്ടി ചോദിക്കുന്ന സമയത്ത് എല്ലാം ചോദിച്ചത് മുഴുവനും നൽകി അവനോട് സ്നേഹം പ്രകടിപ്പിച്ച പിതാവേ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മകനെ നശിപ്പിക്കുകയായിരുന്നു കേട്ടോ. ആ കുട്ടിയെ മകനെ സംബന്ധിച്ചിടത്തോളം 10 രൂപ ആവശ്യമുള്ളിടത്തവൻ ചോദിച്ചത് 100 രൂപയാണ്. ആ 10 രൂപ നിനക്ക് ആവശ്യം എന്ത് എന്നതിനെ പറ്റി ആ ബാപ്പ ചോദിച്ചിട്ടില്ല, ആ ഉമ്മ അന്വേഷിച്ചിട്ടില്ല, ആ ജ്യേഷ്ഠൻ തിരക്കിയിട്ടില്ല. അവൻ ചോദിച്ച 100ഉം അവന് കൊടുത്തിരുന്നു. 10 രൂപയുടെ ആവശ്യം കഴിഞ്ഞ് അവന്റെ കയ്യിൽ വന്ന 90 രൂപയും ഇനി വിനിയോഗിക്കേണ്ടത് എവിടെ എന്നതിനെ പറ്റി അവൻ ആലോചിച്ച് അവന്റെ കൂട്ടുബന്ധങ്ങളിൽ ഏർപ്പെട്ട് അവൻ ഒരു ധൂർത്തുകാരനായി മാറി. ആ ധൂർത്തുകാരൻ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനസ് ശയാത്തീൻ. ഈ ദുർഗയക്കാരായ ആളുകൾ പിശാചിന്റെ സുഹൃത്തുക്കളാണ്, പിശാചിന്റെ കൂട്ടാളികളാണ് എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിൽ ബോധിപ്പിച്ചിട്ടില്ലേ? ദുർവ്യയക്കാരായ ആളുകൾ പിശാചിന്റെ കൂട്ടാളികളാണ്. പിശാച് കൂട്ടാളിയായാൽ പിന്നെ എന്താ സംഭവിക്കുക നമ്മൾ പറയേണ്ടതില്ലല്ലോ. പിശാച് കൂട്ടാളിയായാൽ പിന്നെ എന്ത് സംഭവിക്കും? പിശാച് അവനെ കൊണ്ട് പന്താടും, പിശാചിന്റെ ആശയങ്ങൾ അവനിൽ ഉണ്ടാക്കും, പിശാച് അവനെ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. കൂട്ടുബന്ധങ്ങൾ ഒരു ഭാഗത്ത് നമ്മുടെ യുവസമൂഹത്തെ നശിപ്പിക്കുമ്പോൾ വേറെ ഒരു ഭാഗത്ത് സാമ്പത്തിക രംഗത്ത് വഴിവിട്ടുള്ള സഹകരണങ്ങൾ, അനിയന്ത്രിതമായ സ്വാതന്ത്ര്യങ്ങൾ, ആ സ്വാതന്ത്ര്യങ്ങൾ അവനെ നശിപ്പിക്കുന്നു, യുവത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നു. അത് അർത്ഥപൂർണമാക്കുന്നതിൽ നിന്ന് അവനെ പിന്തിരിപ്പിച്ച് അധർമ്മത്തിന്റെ ആഴിയിൽ കൊണ്ടുപോയിടുന്നു. ഇതാണ് വേറൊരു ഭാഗത്ത് സംഭവിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണത്താൽ ആ കുടുംബത്തിൽ നിന്ന് ഇതുവരെ ലഭിച്ച സപ്പോർട്ട് അവന് ലഭിക്കുന്നില്ലെങ്കിലോ, പിതാവ് നേരത്തെത്തതുപോലെ സാമ്പത്തികമായ പുരോഗതി, അഭിവൃദ്ധി അത് നശിച്ചുപോയി. എന്നാൽ നേരത്തെ ചോദിച്ചതുപോലെയും കൊടുത്തതുപോലെയും ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകൻ നൽകി സഹകരിക്കാനും സഹായിക്കാനും കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയതാ, ആ മകനതാ വീട്ടിലെ നാട്ടിലെ ഒരു കള്ളനായി, ഒരു കളവുകാരനായി മാറുന്നു. എവിടെ നിന്നാണ് അവൻ കളവ് തുടങ്ങുന്നത്? കളവ് തുടങ്ങുന്നത് നാട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളിലോ വെച്ചുകൊണ്ടല്ല. അവൻ കള്ളനായി തീരുന്നതും കളവ് തുടങ്ങുന്നതും സ്വന്തം വീട്ടിൽ പിതാവിന്റെ ഷർട്ടിൽ പോക്കറ്റിലെ പണം അപഹരിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ മാതാവ് തലമാരയിൽ സൂക്ഷിച്ചു വെച്ച പണം, ആ പണം അപഹരിച്ചുകൊണ്ടാണ്. ഇതാ നമ്മുടെ മകൻ ഇന്ന് ഒരു കള്ളനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് കാരണം? ഇന്നലെ എനിക്ക് പിതാവ് നൽകിയതുപോലെ ഇന്ന് ഞാൻ ചോദിച്ച പണം നൽകിയിട്ടില്ല. അങ്ങനെ നൽകാതെ വന്നപ്പോൾ ഇന്നലത്തേതുപോലെ എനിക്ക് ജീവിക്കണമെങ്കിൽ നിർബന്ധമായും ആ പണം ലഭിച്ചിരിക്കണം. അങ്ങനെ ലഭിക്കണമെന്നാകുമ്പോൾ അതിന്റെ കുറുക്ക് വഴികളെ പറ്റി അവൻ അന്വേഷിക്കുകയാണ്. ഏറ്റവും എളുപ്പമായ വഴി എന്റെ പിതാവ് തൂക്കിയിരിക്കുന്ന, അഴിച്ചു വച്ചിരിക്കുന്ന ആ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും, അതേ പിതാവിന്റെ പേഴ്സിൽ നിന്നും ആദ്യമായി പണം അപഹരിക്കുക എന്നതാണ്. വീട്ടിൽ നിന്ന് തന്നെ അതാ മകൻ കളവ് പഠിച്ചിരിക്കുന്നു.
സ്വന്തം വീട്ടിൽ നിന്ന് അവൻ കളവ് പഠിച്ചിരിക്കുകയാണ്. ഇനി പിതാവിന്റെ കീശയിൽ നിന്ന് ക്യാഷ് ലഭിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോഴോ അതേ നമ്മുടെ മകൻ പിന്നീട് നാട്ടിലിറങ്ങി കളവ് പരിശീലിക്കുകയാണ്. അവനൊരു കള്ളനായി തീരുകയാണ്, അവനൊരു കൊള്ളക്കാരനായി മാറുകയാണ്. പലപ്പോഴും നാട്ടിലെ ഏറ്റവും വലിയ കളവ് സംഘത്തിലെ അംഗമായി തീരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു കാലഘട്ടത്തിൽ സ്വന്തം പിതാവ് താലോലിച്ചതിന്റെ വഴിവിട്ട് സഹകരിച്ചതിന്റെ അതേ അനന്തരഫലം നമ്മുടെ മകൻ നടിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു വലിയ പങ്ക് നമ്മുടെ മക്കളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ ഒരു വലിയ പങ്ക് നമ്മുടെ രക്ഷിതാക്കൾക്ക് തന്നെയാണ്. ആ രക്ഷിതാക്കൾ അവരുടെ ചെറുപ്പകാലം മുതൽ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടം വലുതാണ്. അതുകൊണ്ട് സൂക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നതോടൊപ്പം അവർ നന്മയിലേക്ക് വരാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയവും അനിവാര്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. സാധാരണഗതിയിൽ മാതാപിതാക്കളോട് മക്കൾക്ക് കടമകളും കടപ്പാടുകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. എന്നാൽ ആ മക്കളോട് മാതാപിതാക്കൾക്ക് ചില കടപ്പാടുകളുണ്ട്, ചില കടമകൾ അവർക്ക് വേണ്ടി ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങൾ നോക്കൂ, അത് ബോധ്യപ്പെടുന്ന തരത്തിൽ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ എടുത്തു വെക്കുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. ആ ഭരണകാലത്ത് മഹാനവറുകളുടെ കോർട്ടിൽ ഒരു കേസ് എത്തുകയാണ്. ഒരു പിതാവ്, പ്രായം ചെന്ന പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമറേ, എന്റെ മകൻ ആരോഗ്യവാനാണ്, ഞാനാകട്ടെ പ്രായം ചെന്ന വ്യക്തിയാണ്, എന്നെ ശ്രദ്ധിക്കുകയും എന്നെ പരിചരിക്കുകയും ചെയ്യേണ്ടുന്ന മകൻ, പക്ഷേ ഇന്ന് അവൻ എന്നെ ശ്രദ്ധിക്കുകയോ പരിചരിക്കുകയോ ചെയ്യുന്നില്ല. എന്നെ അവൻ ശ്രദ്ധിക്കാറില്ല, പരിചരിക്കാറില്ല, എന്റെ കാര്യങ്ങളെ പറ്റി അവൻ അന്വേഷിക്കാറില്ല. അതുകൊണ്ട് അവനെ വിളിച്ച് അവിടെ നിന്ന് ഉപദേശിക്കണമെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനെ വിളിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ടവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് എന്റെ പിതാവിനോട് കടമകളും കടപ്പാടുകളും നിർവഹിക്കാനുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ശരി, ഞാൻ അംഗീകരിക്കാം. പക്ഷേ എന്റെ പിതാവിന് എന്നോട് വല്ല കടപ്പാടുമുണ്ടോ? ഒരു മകനോട്, ഒരു മകളോട് പിതാവിന് വല്ല കടപ്പാടുമുണ്ടോ? ഈ ചോദ്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഉന്നയിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവര് അതാ ആ ചെറുപ്പക്കാരന് മറുപടി കൊടുക്കുന്നു. തീർച്ചയായും പ്രധാനമായി 3 കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളിൽ ഒരു കാര്യം എന്താണ്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിവരിക്കുന്നു, അവന്റെ ഭാര്യയെ തെരഞ്ഞെടുക്കുന്നിടത്ത് പരിഗണിക്കപ്പെടേണ്ട ഗുണമാണ് ആ ഭാര്യ സൽസ്വഭാവിയും വാത്സല്യവതിയും മക്കളെ സംരക്ഷിച്ച് വളർത്താൻ താല്പര്യമുള്ളവളുമാകണം. അതെങ്ങനെയാ നേരത്തെ മനസ്സിലാവുക? നേരത്തെ മനസ്സിലാക്കുക ആ കുടുംബത്തിന്റെ സ്വഭാവങ്ങളും മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. ആ കുട്ടിയെ സംബന്ധിച്ച്, സ്ത്രീയെ സംബന്ധിച്ച് അറിഞ്ഞും മനസ്സിലാക്കിയുമുള്ള നമ്മുടെ ഇടപാടുകളിലൂടെയും ഇടപെടലുകളിലൂടെയുമാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന മകനോ മകൾക്കോ ജന്മം നൽകാൻ പോകുന്ന കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്ന തന്റെ ഇണയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാര്യയിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന ഗുണം അവിടം മുതൽ തുടങ്ങേണ്ടതുണ്ട്. മകന്റെയും മകളുടെയും സന്താനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ മകൻ പറഞ്ഞത്, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഉമറേ, എന്റെ ജീവിതത്തിൽ എന്റെ ഉമ്മയിൽ നിന്ന് ഒരു വാത്സല്യവും എനിക്ക് ലഭിച്ചിട്ടില്ല, എന്റെ മാതാവിൽ നിന്ന് വാത്സല്യപൂർണമായ ഒരു പെരുമാറ്റവും ഇന്നുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ മറുപടി പറയുന്നു.
രണ്ടാമത്തെ വിഷയം എന്താണ്? രണ്ടാമത്തെ കാര്യം, പിറന്ന കുഞ്ഞിന് അവന് അതെ 7 വയസ്സ് പൂർണ്ണമാകുന്നതോടെ ഇസ്ലാമിക ചിട്ടകളും മര്യാദകളും പഠിപ്പിച്ചു കൊടുക്കുകയും അത് പരിശീലിപ്പിക്കുകയും ഇത് പറയുമ്പോൾ ആ യുവാവ് പ്രതികരിക്കുന്നു, അള്ളാഹുവിന്റെ ദീനിനെ പറ്റിയുള്ള ഒരു അറിവും എന്റെ പിതാവ് എനിക്ക് ഇതുവരെ നൽകിയിട്ടില്ല, എന്നെ അതിൽ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മദ്രസയിൽ മകൻ പോകണമെന്നില്ല, മകൾ പോകണമെന്നില്ല, സ്കൂളിൽ നന്നായി പഠിക്കട്ടെ എന്ന് കരുതുന്ന രക്ഷിതാക്കൾ എത്രയോ നമ്മുടെ ഇടയില്ലേ? പിൽക്കാലത്ത് അവർ കൈകടിക്കേണ്ടി വരാറില്ലേ? എന്റെ രക്ഷിതാക്കളോട് യുവസമൂഹം എന്തുകൊണ്ട് നന്നാകുമെന്നതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ അവർ ചെന്ന് വീഴുന്ന ചതിക്കുഴികൾ, ആ ചതിക്കുഴികൾ വലുതാണ്. അതിനെപ്പറ്റി നമ്മൾ തിരിച്ചറിയുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് മാതാപിതാക്കളുടെ ഈ രംഗത്തുള്ള ഇടപെടൽ. അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേട്ടോ. അതേ, മകന് സന്താനങ്ങൾക്ക് അറിവ്, ദീനിന്റെ അറിവ് പകർന്നു കൊടുക്കണമെന്ന് പറയുമ്പോ എനിക്ക് ഒരറിവും കിട്ടിയിട്ടില്ല, എന്റെ പിതാവ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് പറയുന്ന മറുപടി നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ പല രക്ഷിതാക്കളും ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു 5ാം ക്ലാസ് മദ്രസ കഴിഞ്ഞാൽ, ഇനി ഏറിയാൽ 7ാം ക്ലാസ് മദ്രസ കഴിഞ്ഞാൽ മകൾ പിന്നെ മദ്രസയെ പറ്റി അവർ അന്വേഷിക്കേണ്ടതില്ല, അവർ മദ്രസയുടെ പല പഠനത്തെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല, അവർ സ്കൂളിൽ പഠിക്കട്ടെ, ആ പഠനത്തിന്റെ മദ്രസയുടെ പഠനം തടസ്സമാകുമെന്ന് ചിന്തിക്കുന്ന ആളുകൾ എത്രയോ അധികമാണ് ഒരു ഭാഗത്ത്. എന്നാൽ സ്കൂളിൽ അവർ പഠിച്ചു, വലുതായി, അവർ ഡിഗ്രി കഴിഞ്ഞു, അവർ PG എടുത്തു, മറ്റു പലതും ഡിഗ്രികളും അവർ നേടിക്കഴിഞ്ഞു. എന്നിട്ടോ ഉയർന്ന ഉദ്യോഗങ്ങൾ ഒരുപക്ഷെ അവർക്ക് ലഭിച്ചുവെന്ന് വരാം. കൂടെ ധാർമ്മിക ബോധത്തിന്റെ അഭാവം കൊണ്ട് നിരീശ്വരവാദിയാകുന്നവർ ഒരു ഭാഗത്ത്, ധർമ്മബോധമില്ലാത്തവർ വേറെ ഒരു ഭാഗത്ത്, സ്വന്തം മാതാവിനെയും പിതാവിനെയും തിരിച്ചറിയാത്ത ആളുകൾ വേറെ ഒരു ഭാഗത്ത് രൂപപ്പെടുന്നില്ലേ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിലെന്ന് നാം ചിന്തിക്കുമ്പോഴാ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഉണർത്തുന്നു, പ്രത്യേകമായി നമ്മുടെ മക്കൾ, യുവതലമുറ, അവർ നന്നായി വളർന്നു വരണോ, ധാർമ്മിക ബോധവും ചിന്തയും ഉള്ളവരാകണോ, അനിവാര്യമാണ്. അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചുള്ള സമഗ്രമായ അറിവുകൾ അവർക്ക് നൽകപ്പെടേണ്ടതുണ്ട് കേട്ടോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണത്തിന് ആ ചെറുപ്പക്കാരൻ മറുപടി കൊടുക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ പ്രായം ചെന്ന ഉപ്പയെ വിളിച്ചിട്ട് പറഞ്ഞെന്താണെന്നറിയോ? വിതച്ചത് എന്താണോ അതേ കൊയ്യുകയുള്ളൂ. മകനിൽ നിന്ന് ലഭിച്ച പ്രതികരണം തന്നെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സമയത്ത് പരിപാലിക്കാതിരിക്കുന്ന മകനെ പറ്റിയാണ് പിതാവ് ആരോപിക്കുകയും പിതാവ് പരാതി പറയുകയും ചെയ്യുന്നത് അല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എങ്ങനെ നിങ്ങൾക്ക് ഈ മകനിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ പരിചരിക്കുന്ന ഒരു സമീപനവും പെരുമാറ്റവും ലഭിക്കും? കാരണം ആ കുട്ടിയെ പരിചരിക്കേണ്ടുന്ന ഒരു നേരത്ത് നിങ്ങൾ പരിചരിച്ചില്ലല്ലോ, നിങ്ങൾ സംരക്ഷിച്ചില്ലല്ലോ, ആവശ്യമായ അറിവ് നൽകിയില്ലല്ലോ. ആര് ചോദിക്കുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വലിയ ബാധ്യത ചെയ്തു തീർക്കാനുണ്ട്, ഒരു വലിയ ബാധ്യത അവർക്ക് ചെയ്തു തീർക്കാനുണ്ട്. അവരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു നേരത്ത് ശ്രദ്ധിച്ചിരിക്കണം. മകനല്ലേ, മകളല്ലേ, എന്റെ മകനല്ലേ, എന്റെ മകളല്ലേ, അവർ ദുഷിക്കൂല, അവർ തിന്മ ചെയ്യൂല. എന്റെ മകൻ അങ്ങനെയാകൂല, എന്റെ മകൾ അങ്ങനെയാകൂല എന്ന ഒരു ചിന്താഗതി പലപ്പോഴും രക്ഷിതാക്കളെ പിടികൂടാറുണ്ട്. നമ്മളൊരു വിഷയം, ഒരു പ്രഭാഷണം കേൾക്കുന്ന സമയത്ത് ലോകത്തെ യുവാക്കൾ അങ്ങനെയാണ്, കൗമാര പ്രായക്കാരായ ആളുകളിലേക്ക് ദൂഷ്യതകൾ വല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോ ഓരോ രക്ഷിതാവും ആലോചിക്കുകയാണ്, ഓ അതൊന്നും എന്റെ മകനെ പറ്റിയല്ല,
അതൊക്കെ നാട്ടിൽ വേറെ ആരൊക്കെയോ പറ്റിയാണ്. അതൊന്നും എന്റെ മകളെ പറ്റിയല്ല. അവർ വളരെ എല്ലാ വിഷയത്തിലും ക്ലീനാണ്, അവർക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എന്നാൽ പറയട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന രക്ഷിതാവിനോട് തന്നെ പറയട്ടെ, ഈ ദൂഷ്യതകൾ ഉൾക്കൊള്ളുന്നത് നിന്റെ മകനാണ്, നിങ്ങളുടെ മകളാണ്. നമുക്ക് അമിതമായ ഒരു വിശ്വാസം നമ്മുടെ മക്കളിൽ നമ്മൾ പലപ്പോഴും വെച്ചു പുലർത്താറുണ്ട്. അമിതമായ ഒരു വിശ്വാസം. അവർ നല്ലവർ തന്നെയാണ്, അവർ നാട്ടിൽ യാതൊരു പ്രശ്നവും സൃഷ്ടിക്കുന്നവരല്ല, എന്റെ മുമ്പിലൊക്കെ അവർ എത്ര നല്ലവനാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ രക്ഷിതാക്കളിടയിൽ ഉണ്ടാകാറുണ്ട് വ്യാപകമായി. പലപ്പോഴും നമ്മൾ അത്തരം ആളുകളെ കാണാറുണ്ട്. എന്നാൽ ഓർത്തോളൂ, അവരായിരിക്കും നമ്മൾ അവരുടെ ചരിത്രങ്ങൾ, ഹിസ്റ്ററികൾ അന്വേഷിച്ചാൽ നാട്ടിൽ ഏറ്റവും വലിയ ദുരന്തങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് രക്ഷിതാക്കളോട് വീണ്ടും ഉണർത്തുകയാണ്, അത്തരം വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾ നമ്മളെ നശിപ്പിക്കാതിരിക്കണം, നമ്മുടെ മക്കളെ നഷ്ടപ്പെടുത്താതിരിക്കണം. അവർ തീർത്തും കുറ്റക്കാരാണ് എന്ന കണ്ണോടെ കാണണമെന്നല്ല, അതേ സ്ഥാനത്ത് അവരെ ശ്രദ്ധിക്കേണ്ട വിധം ശ്രദ്ധിക്കുകയും നൽകേണ്ടിടത്ത് ഉപദേശം നൽകുകയും ചെയ്തില്ലെങ്കിൽ നമുക്കവർ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു മകൾ പൂർണ്ണമായി നശിച്ചുപോയി, പൂർണ്ണമായി നമ്മുടെ പിടുത്തത്തിൽ നിന്ന് മാറിപ്പോയി. അവനെ എവിടെയും ലഭിക്കുന്നില്ല, എവിടെയും അനുകൂലമായി അവനെ കിട്ടുന്നില്ല. ബാപ്പ പറയുന്നതിന് കിട്ടുന്നില്ല, ഉമ്മ പറയുന്നതിന് ലഭിക്കുന്നില്ല. എന്തേ കാരണം? കാരണം വേറെയൊന്നുമല്ല, ഈ ശീലം അവൻ എന്ന് തുടങ്ങിയോ അന്ന് അതിന് ചികിത്സ നൽകിയില്ല. അതുകൊണ്ടാണ് എന്നാണ് ഈ ശീലം തുടങ്ങിയത്, അന്നവരെ ചികിത്സിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. നാട്ടുകാർ പലരും പറഞ്ഞു കൊടുത്തു, മകൻ കുറച്ച് വളഞ്ഞ വഴിയിലാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ശ്രദ്ധയിൽപ്പെട്ട നാട്ടിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞു കൊടുത്തു. എന്റെ മകനോ, അവനങ്ങനെ ഉണ്ടാവൂല എന്ന് നമ്മൾ ആ പറഞ്ഞവരെ നമ്മൾ നവർമൈൻഡ് ചെയ്തു വിട്ടു, അല്ലേ? അതുകൊണ്ട് സംഭവിച്ച ദുരന്തം എന്താണ്? ദുരന്തം വേറെയൊന്നുമല്ല, ആ പറഞ്ഞതിനേക്കാൾ, വിവരം ലഭിച്ചതിനേക്കാൾ അവൻ ചീത്തയായ വാർത്ത ഒരു സമയത്ത് നമ്മുടെ മുന്നിലേക്ക് എത്തി. അപ്പോഴാണ് രക്ഷിതാവ് പെട്ടുപോയല്ലോ എന്ന് ആലോചിക്കുന്നത്. എത്ര അനുഭവങ്ങളാണ് പലരിലുമുള്ളത്. നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. എത്ര അനുഭവങ്ങളാണ്, എത്ര അനുഭവങ്ങൾ. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ വളരെ നന്നായി നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വയം ഫറുൽ അദബുൽ അഹദാസ ഫീ സിഗരി വലൈസ യൻഫഉ ഇൻദ ശൈബത്തിൽ അദബു ഇന്നൽ ഉസൂല ഇദാ ഖവംതഹ തദലത് വലം തലീന ഇദാ അദബുകൾ, മര്യാദകൾ, ചിട്ടകൾ ഉപകരിക്കുന്ന ഒരു കാലം, അത് ഉപകാരപ്രദമാകുന്ന ഒരു സമയം ചെറുപ്രായമാണ്. ആ ചെറിയ സമയമാണ്, പ്രായമാണ്, ചെറിയ പ്രായം. അദബും മര്യാദയും ചിട്ടയും ഒരാള് അതപില്ലാതെ വളർന്നു വലുതായതിനു ശേഷം നമ്മൾ പഠിപ്പിക്കാനും ഉണ്ടാക്കാനും പോയാൽ അത് പലപ്പോഴും ഉപകരിച്ചു കൊള്ളണമെന്നില്ല. ഏതുപോലെ നിങ്ങൾ നോക്കൂ, ഒരു മരം, ആ മരത്തിന് ധാരാളം ശിഖരങ്ങൾ, കൊമ്പുകൾ, ആ ചില്ലിക്കമ്പുകൾ, വളഞ്ഞ കമ്പുകൾ, ആ വളഞ്ഞ കമ്പുകൾ എടുത്ത് നിങ്ങൾ നിവർത്തിയാൽ ആ ശിഖരങ്ങൾ നമുക്ക് നിവർന്ന് കിട്ടുകയാണ്, അല്ലേ? ചെറിയ ആ കൊമ്പുകൾ നമുക്ക് നിവർത്തിയാൽ നിവർന്നു കിട്ടാൻ വളവുകൾ നിവർന്നു കിട്ടും. എന്നാൽ ഒരു മരം വളഞ്ഞു തന്നെ വലുതായി. ഒരു മരം വലുതാതെ വളഞ്ഞിട്ടാണ് വലിയ മരമായത്. എന്നിട്ടോ ആളുകൾ കൂടിയിട്ട് അതിനൊന്ന് നിവർത്താൻ ശ്രമിച്ചു. രണ്ട് ഭാഗത്തും 50 വീതം ആളുകൾ നിന്ന് ആ മരത്തെ ഒന്ന് നിവർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ നിവരോ? ഇല്ല. ഏറി വന്നാൽ ആ മരം പൊട്ടിപ്പോകുമെന്നല്ലാതെ അത് വഴങ്ങി കിട്ടൂല, വളവ് നിവരൂല. ഇതുപോലെ മര്യാദകളും ചിട്ടകളും അദബുകളും ഉപകരിക്കുന്ന പ്രായത്തിൽ അത് അവരിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് മഹാന്മാർ ഉപദേശിച്ചത് വെറുതെയല്ല. ആദ്യ ദിവസം എന്റെ മകൻ, നമ്മുടെ മക്കൾ, നമ്മുടെ മകൾ, അവൻ ക്യാമ്പസ് കഴിഞ്ഞ് അതെ അവന്റെ വിദ്യാലയത്തിൽ നിന്ന് സാധാരണ വേണ്ടുന്ന ഒരു ടൈം, ആ ടൈമിൽ അവൻ വീട്ടിലെത്തിയില്ല.
വീട്ടിലെത്തിയില്ല. ആ ഒന്നാമത്തെ ദിവസത്തെ ഗൗരവത്തിലെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഒന്നാമത്തെ ദിവസത്തെ ഗൗരവത്തിലെടുക്കണം. എന്തുകൊണ്ട് ചികിത്സ കൊടുക്കേണ്ടത് ഇവിടെയാണ്. രോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ്. നീ എവിടെയായിരുന്നു എന്ന് വളരെ സ്നേഹത്തോടെ സൗമ്യതയോടെ നേരം വൈകി വരുന്നതിന്റെ ദൂഷ്യതകളെ പറ്റി അവനെ ബോധ്യപ്പെടുത്തി ഒരു രക്ഷിതാവ്, ഒരു പിതാവ്, ഒരു മാതാവ് ഉപദേശകന്റെ ശൈലിയിൽ ഗുണകാന്തയോടെ അവനോട് നന്മകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതവിടെ ഉപകരിക്കുന്നു. ആദ്യത്തെ ദിവസം വൈകി വന്നതിനെ പറ്റി പിതാവോ മാതാവോ അവരന്വേഷിച്ചില്ല. എവിടെയായിരുന്നു എന്നതിനെ പറ്റി അവർ ചിന്തിച്ചില്ല, ചോദിച്ചതുമില്ല. രണ്ടാമതും ഇത് ആവർത്തിക്കപ്പെട്ടു. ഒരാഴ്ച, രണ്ടാഴ്ച, കുറെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് എന്റെ മകൻ വളരെ താമസിച്ചിട്ടാണല്ലോ അവൻ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാറുള്ളത്. കോളേജിൽ തന്നെ പോയതാണോ അല്ല വേറെ എവിടേക്കെങ്കിലും പോയതാണോ? രാത്രി സമയമായതിനു ശേഷം അവൻ വീട്ടിലേക്ക് എത്തുന്നില്ല. എവിടെയാണ് അവൻ ഉള്ളത്? അവൻ കടപ്പുറങ്ങളിലാണോ? അവൻ ബീച്ചുകളിലാണോ? അവൻ പാർക്കുകളിലാണോ? അവൻ തെക്കാണോ? അവൻ വടക്കാണോ? ഒന്നും അവൻ ആലോചിച്ചില്ല. മകൻ ഒരൽപ്പം വീട്ടിൽ നിന്ന് വിട്ടുനിന്നത് എനിക്കും ഒരു സൗകര്യമായെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് സ്വന്തം ഉമ്മ മാറിയാൽ ആ മകന്റെ ദൂഷ്യതയെ പറ്റി നമ്മൾ പിന്നെ പറയേണ്ടി വരുമോ? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വളരെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ആ സമയത്ത് നമ്മുടെ ശ്രദ്ധ അവനിൽ അവളിൽ പതിഞ്ഞിരിക്കണം. നമുക്ക് സാധാരണയ്ക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനം ഒരു കുട്ടിയിൽ കാണുകയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ ഒരു മകൾ, അതെ ആ മകൾ സാധാരണയിൽ ഫോൺ ചെയ്യുന്ന ശൈലിയിലല്ല അവൾ ഫോൺ ചെയ്യുന്നത്. ശൈലിക്ക് വ്യത്യാസമുണ്ട്. ആരൊക്കെയോ കേൾക്കുന്നതിലും അറിയുന്നതിലും ഒരു പ്രയാസം അനുഭവപ്പെടുന്നത് പോലെ സ്വന്തം മകൾ, ആ മകൾ ഫോൺ അറ്റൻഡ് ചെയ്തതും അതിൽ സംസാരിക്കുന്നതും എല്ലാം അതേ മറ്റൊരാളെ കേൾക്കുന്നത് പ്രയാസപ്പെടുന്ന തരത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഒന്നാമത്തെ ആ കോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ആരാണ്, എന്തിനാണ്, എവിടെ നിന്നാണ്, എന്താണ് ഈ പുതിയ ബന്ധത്തിന്റെ പിന്നിലെന്ന് അന്വേഷിക്കുന്ന ആളുകളും അത് പഠിക്കുന്ന, എന്നിട്ട് അതിനനുസരിച്ച് അതിന് ട്രീറ്റ്മെന്റുകൾ നൽകുകയും ചെയ്യുന്നവർ പരാജയപ്പെടാറില്ല. എന്റെ മകളോ അവൾ വളരെ സുഖയാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച് അവളെ കയറൂരി വിട്ടു. വീണ്ടും അവൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ അവളുടെ ബന്ധങ്ങൾ വലുതായി. പിന്നെ വേർപെടുത്താൻ കഴിയാത്ത ഒരു പുതിയ ബന്ധം, കുടുംബത്തിന് ചേരാത്ത, അതേ സമൂഹത്തോട് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് അത് വളർന്നു വന്നതിനെ പറ്റി ആശങ്കപ്പെട്ടിട്ട് കാര്യമുണ്ടോ? പരാതി പറഞ്ഞിട്ട് ഫലമുണ്ടോ? നാട്ടിലെ ഉസ്താദിനോട് പറഞ്ഞിട്ട് ഫലമുണ്ടോ? ഭാവിയെ സമീപിച്ചിട്ട് കാര്യമുണ്ടോ? അതിന് വേർപെടുത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ജീവിക്കില്ല, ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ വഴങ്ങിക്കൊടുക്കേണ്ടുന്ന രക്ഷിതാക്കൾ അവരെത്ര നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്നു. എന്താണ് കാരണം? നമ്മുടെ അശ്രദ്ധയാണ്. ഇത് പരിശുദ്ധമായ റമളാൻ ശരീഫല്ലേ? ഞാൻ ചോദിക്കുന്നു എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ചോദിക്കുകയാണ്, രാത്രി സമയത്ത് പോലും നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്റെ മകൻ വീട്ടിലില്ല എന്നതിനെ പറ്റി ചിന്തിക്കാൻ, അവൻ വീട്ടിൽ തന്നെ വേണ്ടേ എന്ന നിലയിൽ പെരുമാറാനും പ്രവർത്തിക്കാനും നമ്മുടെ രക്ഷിതാക്കൾ മുന്നോട്ട് വരാറുണ്ടോ? അവര് ബീച്ചുകളിൽ ഒരു ഭാഗത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു, ഉല്ലാസത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാൻ ശരീഫാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത് എന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല. ഈ ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി പറയേണ്ടുന്ന ഒരു വിഷയമെന്ന നിലയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതെ, നമ്മളൊരു യാത്ര ചെയ്താൽ, ഒരാവശ്യത്തിന് വേണ്ടി ഒരു യാത്ര പോയി എന്ന് വന്നാൽ ആ
യാത്രയിൽ അതാ വഴിയോരങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന അത്താഴത്തിന്റെ സമയം വരെ ഒരു ഭാഗത്ത് കളിക്കുന്ന, വേറെ ഒരു ഭാഗത്ത് മദ്യപിക്കുന്ന, വേറെ ഒരു ഭാഗത്ത് ഹാൻഡ്സ് ഉപയോഗിക്കുന്ന, വേറെ ഒരു ഭാഗത്ത് പാൻപരാഗ് ഉപയോഗിക്കുന്നവരായി നമ്മുടെ മക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കുന്ന പിതാവിന് ശ്രദ്ധിച്ചുകൂടെ? ആ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന ഉമ്മയ്ക്ക് അതേപറ്റി ആലോചിച്ചുകൂടെ? എത്ര ദുഃഖകരമായ സാഹചര്യമാണ്. അപ്പൊ നമ്മുടെ ഒരു അശ്രദ്ധ പ്രധാനമായും ഇവിടെ പ്രകടമാകുന്നുണ്ട്. ഇവിടെ ഞാൻ പ്രധാനമായി ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ മക്കൾ ദുഷിച്ചു പോകാനുള്ള കാരണങ്ങൾ നമ്മുടെ അശ്രദ്ധ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവരുടെ കൂട്ടുബന്ധങ്ങൾ കാരണമാണ്. അമിതമായി നാം സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നത് കാരണമാണ്. അവർ നന്നാകാൻ നമ്മുടെ ശ്രദ്ധ കാരണമാണ് എന്നതുപോലെ അവർ തിന്മയിലേക്ക് പോകാൻ നമ്മുടെ അശ്രദ്ധ പ്രധാനപ്പെട്ട ഒരു കാരണമാകുന്നു. അങ്ങനെ അവർ മോശപ്പെട്ട് എവിടെയാണ് എത്തിച്ചേരുന്ന ഒരു ലോകം, ആ ലോകത്തിന്റെ സ്ഥിതി എന്താണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പലപ്പോഴും? എന്താണ് അതിന്റെ പ്രതിസന്ധികൾ എന്ന് പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എന്തായിരിക്കും അതിന്റെ പ്രതിസന്ധികൾ, അതിന്റെ ശിക്ഷകൾ, അതിന്റെ ഭയാനകരമായ കഠിനകഠോരമായ അവസ്ഥകൾ എന്ന് നമ്മൾ ആലോചിച്ചാൽ അത് വിവരിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. വിവരിക്കാനും വിശദീകരിക്കാനും പറ്റുന്നതിലും അപ്പുറത്താണ്. എന്താണ് സംഭവിക്കുന്നത് എന്നിട്ട് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ യുവത്വം, ആ യുവത്വത്തിന് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ മക്കൾ വൈകുന്നേരം വീട്ടിൽ വന്ന് മിടുക്കന്മാരായി വളർന്നിരുന്ന ആ കുട്ടികൾ, അവരിൽ പലരും എന്താണ് പിന്നീട് സംഭവിച്ചവർക്ക്? അവര് പൂർണ്ണമായും അലസന്മാരായി മാറി. ചെറുപ്രായത്തിൽ പഠിക്കാൻ നല്ല താല്പര്യമുള്ള മകളാണ്, പിന്നെ പഠനത്തിന് യാതൊരു താല്പര്യമില്ല. പഠിക്കുന്നിടത്ത് ഉറക്കം തൂങ്ങുകയാണ്. അതുപോലെ ക്ലാസ്സിൽ അവർ അലസരായിരിക്കുകയാണ്. നേരത്തെ മുന്നിലുണ്ടായിരുന്നവർ പിന്നീട് പിന്നിലേക്ക് പോവുകയാണ്. എന്താണ് കാരണം? അവരെ ദുഷിപ്പിച്ചത് ആരാണ്? അതിന്റെ ശക്തി, അതിന്റെ പിന്നിലെ ശക്തി ഏതാണ്? ആ ശക്തിയെപ്പറ്റി അന്വേഷിക്കുമ്പോഴാണ് അതിൽ പ്രധാനപ്പെട്ട വില്ലനായി ലഹരിയെ ഇന്ന് വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ലഹരിയെ വ്യാപകമായി നമ്മൾ കാണുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എത്ര ഗൗരവത്തോടെ നമ്മൾ ഓർമ്മപ്പെടുത്തി, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാത്ത് ഫഹൽ അൻതും മുൻതഹൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാണ്, ഓ സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ആ പ്രവർത്തനങ്ങൾ മുഴുവനും റിജ്സും മിൻ അമലി ശൈത്താൻ, പൈശാചിക പ്രവർത്തനങ്ങളിൽ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളാണ്. മ്ലേച്ഛമായ പൈശാചിക പ്രവർത്തനങ്ങളാണ്. ഫജ്തനിബൂഹു, അതുകൊണ്ട് നിങ്ങൾ ആ വിഷയങ്ങൾ വെടിയണേ. നിങ്ങൾ ലഹരിയെ വെടിയണേ, നിങ്ങൾ ചൂതാട്ടത്തെ വെടിയണേ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ അത് വെടിയുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണ്? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ, നിങ്ങൾ വിജയികളായി തീരുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് നഷ്ടമല്ല, നിങ്ങൾ അത് വെടിയുന്നതിലൂടെ വിജയികളാകുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ലഅല്ലകും തുഫ്ലിഹൂൻ. എന്നിട്ട് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ. എന്താണ് ഈ ചൂതാട്ടത്തിലൂടെ, അതുപോലെ ലഹരിയിലൂടെ ഇവിടെ പിശാച് ലക്ഷ്യമാക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഇടയിൽ ശത്രുതയും അതുപോലെ ദേഷ്യവും നിലനിർത്താനാ, സ്ഥാപിക്കാനാ. ശരിയല്ലേ?